പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പനീറും മുട്ടയൊക്കെ വെച്ചൊരു ഓംലെറ്റ് ഉണ്ടാക്കി അങ്ങ് തുടങ്ങാം. ഒരു 10-15 പനീറിന്റെ ക്യൂബ്സ് എടുത്തിട്ട് ഇങ്ങനെ പുട്ട് പൊടിക്കുന്നത് പോലെ പൊടിച്ചെടുക്കണം. അതിന്റെ കൂട്ടത്തിൽ ചെറിയുള്ളി അരിഞ്ഞതും ഒരു തക്കാളി അരിഞ്ഞതും പിന്നെ 2 മുട്ട കൂടെ പൊട്ടിച്ചൊഴിച്ചിട്ട് ഉപ്പും കുരുമുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ ചേർക്കാം. ക്യാരറ്റോ അതുപോലെ എന്താ പറയുക ക്യാപ്സിക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ഒന്നില്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അല്ലെങ്കിൽ രാത്രിയിൽ ഡിന്നറായിട്ട് കഴിക്കാം. ഇത് ഡയറ്റിന്റെ ഭാഗമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മീലായിട്ടൊക്കെ എടുക്കാവേ. മുട്ട നമുക്ക് ഇഷ്ടമുള്ള മുട്ട ഉപയോഗിക്കാം. താറാമുട്ടയോ കോഴിമുട്ടയോ ഈവൻ കാടമുട്ട വരെ നമുക്ക് ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. പനീർ ഡയറക്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ ഓംലെറ്റ് ആയിട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അറിയത്ത് പോലും ഇല്ല പനീറാണെന്നുള്ളത്. ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഈ ഓംലെറ്റിന്. അങ്ങനെ അപ്പോൾ പനീറും മുട്ടയും തക്കാളിയും കൊച്ചുള്ളിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി നന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം പാൻ ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചൊന്ന് ചുറ്റിച്ചതിന് ശേഷം നമുക്ക് ദോശയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ ഇങ്ങനെ ചെറിയ സ്പൂണിൽ കോരി ഒഴിച്ചൊഴിച്ച് നമുക്ക് 1, 2, 3 ഓംലെറ്റ് ആയിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാവേ. എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ച് പൊരിച്ചെടുക്കുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ നമ്മൾ മറിച്ചിടുമ്പോഴത്തേക്ക് ചിലപ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. സമയമില്ലാത്ത സമയത്തൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരുമിച്ച് ഇങ്ങനെ പൊരിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പൊട്ടിപ്പോയാലും കുഴപ്പമില്ല. കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ 1, 2, 3 ഒക്കെ ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവേ. അങ്ങനെ 2 മുട്ട കൊണ്ട് ഞാൻ 3 ഓംലെറ്റ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പാലും പാലിന്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ കഴിച്ചുവിടാൻ പറ്റാത്തവർ ഇത് ശ്രമിച്ചിട്ട് കാര്യമില്ല കേട്ടോ. അല്ലാത്ത എല്ലാവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഹെൽത്തി സ്നാക്കോ മീലോ എന്ത് വേണമെങ്കിലും പറയാം. ഷെയർ ചെയ്ത് കഴിക്കുവാണെങ്കിൽ ഒരെണ്ണം വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തോ. അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരെണ്ണം അല്ല 3 ഒറ്റയ്ക്ക് കഴിയാൻ. കാര്യം 2 മുട്ടകൾ എടുത്തിട്ടുണ്ട്. നമ്മൾ 3ആയിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ആ പയറുദോശയുടെ കാര്യം പറഞ്ഞതുപോലെ ഇതും എപ്പോഴോ എവിടെയോ ഞാൻ ഇൻസ്റ്റഗ്രാമിലാണോ ഫേസ്ബുക്കിലാണോ യൂട്യൂബിലാണോ എന്ന് അറിയത്തില്ല, ആരോ ചെയ്ത് കണ്ട് പരിചയമുള്ള റെസിപ്പിയാണ്. സത്യത്തിൽ ഈ വീഡിയോ ഞാൻ എന്നെടുത്തതാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. എന്തായാലും മഴയൊക്കെ നല്ല തകർത്ത് പെയ്തുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അന്നത്തെ എൻ്റെ രാവിലത്തെ ഭക്ഷണം ഈ 2 ഓംലെറ്റ് ആയിരുന്നു കേട്ടോ. പനീറും എഗ്ഗും കൂടിയുള്ള ഓംലെറ്റ് അടിപൊളിയായിരുന്നു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാൻ വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച എൻ്റെ പുതിയതല്ല, ഒരു 2 മാസം പഴക്കമുള്ള ലഞ്ച് ബാഗാണ്. നമ്മുടെ തമിഴ് ലേഡീസിൻ്റെ ഒക്കെ കയ്യിലിരിക്കുന്ന ആ സഞ്ചി പോലെ ഉണ്ട്. പക്ഷെ പേഴ്സണലി എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഇതിന് മഴ നനഞ്ഞാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ലോകത്തെ ഏറ്റവും വലിയ ലഞ്ച് ബോക്സ് വരെ ഇതിനകത്തിരിക്കും. അപ്പൊ ശരി, പോയിട്ട് വരാം. അയ്യോ, ടാറ്റയൊക്കെ പറഞ്ഞു പോണതിന് മുമ്പ് വേറൊരു സൂത്രം കൂടെ കാണിക്കാം. ഈ മഴയും വെള്ളത്തിലൊക്കെ എന്ത് ചെയ്യാനാന്നേ, വീട്ടിൽ നിന്ന് നമുക്ക് കുപ്പിയിലങ്ങ് ആർട്ട് ചെയ്യാം. കുപ്പീനെ നമുക്ക് റെഡ് നൂല് കൊണ്ട് പൊതിഞ്ഞ് വെള്ള ബീഡ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിസ്മസ് അല്ലേ, ഓണം കഴിഞ്ഞ് വരാൻ പോകുന്നത്, നമുക്കിവിടെ ഉണ്ടാക്കി വെച്ചേക്കാം. പിന്നെ സീനിന്റെ ഇടയ്ക്ക് വന്നുപോയ വേമ്പനാട്ടുകാലിന്റെ മിനിയേച്ചർ ഞങ്ങൾ വർഷത്തിൽ 1-2 തവണ ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ശരി, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മുടെ ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ.